ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ധനഹായ്ക്ക് ശേഷം ഒന്നാം ഞായർ. പ്രധാന വായനാഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെ. വിശുദ്ധ സ്നാപകൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട വാർത്ത കർത്താവ് അറിയുന്നു. യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് പ്രഭാത നക്ഷത്രം. അന്ധകാരം നീങ്ങാറാവുമ്പോഴാണല്ലോ ഉദയനക്ഷത്രത്തിൻ്റെ ആഗമനം അല്ലെങ്കിൽ സാന്നിധ്യം നാം അറിയുന്നത്. യോർദാനിലെ മാമോദിസ വഴിയായി ക്രിസ്തുവിൻ്റെ പുത്രത്വ ലോകത്തിന് സ്നാപകൻ വെളിപ്പെടുത്തുന്നു എന്നാണ് പ്രത്യേകത. എന്നാൽ സ്നാപകൻ്റെ ബന്ധനം നീതിസൂര്യനായ കർത്താവ് മുന്നോടി തെളിയിച്ച പാതയെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുന്ന ദിവ്യ നക്ഷത്രമാകുന്നു. അതായത് നീതിസൂര്യനാകുന്നു. അന്ധകാരത്തിലിരുന്ന ജനം ഒരു വലിയ വെളിച്ചം പ്രകാശം കണ്ടു എന്ന ഏശായയുടെ പ്രവചനം സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് ഒന്നാമത്തെ ചിന്താവിഷയം. രണ്ടാമത്തെ ചിന്ത, യോഹന്നാൻ അതുവരെ നിർവഹിച്ചിരുന്ന മാനസാന്തര പ്രസംഗം കർത്താവ് തുടങ്ങുന്നു എന്നതാണ്. മാനസാന്തരം വളരെ ലഘുവായ കാര്യമെന്ന് നമുക്ക് തോന്നാം, എന്നാൽ ബുദ്ധിമുട്ടുള്ളതാണ്. മുടിയൻ പുത്രൻ്റെ ഉപമയിൽ കർത്താവ് നഷ്ടപ്പെട്ട മകൻ്റെ മാനസാന്തരം വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് 15:17 അവന് സുബോധം വന്നിട്ട് അവൻ അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായി കാണുന്നു. മാനസാന്തരം വരണമെങ്കിൽ സുബോധം അഥവാ വെളിവ് അല്ലെങ്കിൽ പ്രകാശം തലയിൽ ഉദിക്കണം. മാനസാന്തരം ഉണ്ടാകുമ്പോൾ നമ്മിൽ വെളിച്ചമുണ്ടാവും അഥവാ നമ്മിൽ തെളിച്ചമുണ്ടാവും. അതാണ് മാനസാന്തരം. കലങ്ങിയ വെള്ളം തെളിയുക എന്നൊക്കെ നാം കേട്ടിരിക്കും. നമ്മിൽ നിന്ന് അശുദ്ധി നീങ്ങി തെളിച്ചം വരണമെന്നർത്ഥം. തെളിച്ചമുണ്ടെങ്കിലേ നമ്മെ വിളിച്ചവൻ്റെ സൽഗുണം ഘോഷിപ്പാൻ നമുക്ക് കഴിയൂ. തെളിച്ചമില്ലാത്തവൻ തെളിയിക്കാൻ പോയാൽ തെളിച്ചമുള്ളവനും അത് നാശം വരുത്തും. 4 മുക്കുവരെ അവൻ വിളിക്കുന്നു. തങ്ങളുടെ വേലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണവർ. അവർ അതുവരെ മിണ്ടാപ്രാണികളെ വലയിട്ട് മനുഷ്യൻ്റെ ഉപയോഗത്തിന് പിടിച്ചിരുന്നു. എങ്കിൽ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് പിടിക്കുന്ന ജോലിയാണ് അവർക്ക് കിട്ടിയത്. അവർ അലസരല്ലായിരുന്നു, മടിയരല്ലായിരുന്നു. 2 പേർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ 2 പേർ അപ്പനോടൊപ്പം വലയുടെ ഇഴയകലം വന്നിടം പൊട്ടിപ്പോയിടം കൂട്ടിച്ച് യോജിപ്പിച്ച് ഇഴയടുപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലും ഇഴയടുപ്പം സൃഷ്ടിക്കുവാൻ ഇന്നാർക്ക് നേരം? സാമൂഹ്യ മാധ്യമങ്ങളുടെ മാസ്മരിക വലയിൽ അകപ്പെട്ട് അടുത്തിരുന്നാലും അകലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ വലകളിൽ ഉണ്ടാകുന്ന ചോർച്ച അറിയാൻ ആർക്കു നേരം അല്ലേ? 4-ാമത്തെ ചിന്ത, ഇന്നത്തെ പഴയ നിയമവായനയിൽ 1-2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ നിന്നാണ്. നയവാൻ എലീശ പ്രവാചകൻ്റെ അടുക്കൽ എത്തുന്നതാണ്. ഒരു പിഞ്ചു ബാലികയുടെ തീക്ഷ്ണമായ വിശ്വാസമാണ് നയവാനാകുന്ന മത്സ്യത്തെ പിടിക്കുവാൻ കാരണമായത്. അവൾ യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവളാണ്. അവളിൽ നിന്ന് ആ അറിവും വെട്ടവും വെളിച്ചവും അവളുടെ യജമാനത്തിയിലേക്കും അവരിൽ നിന്ന് ഭർത്താവായ നയമാനിലേക്കും പകർച്ചയുണ്ടായി. ഇന്ന് ചിലർ പറയുന്നത് പോലെ പകർപ്പവകാശത്തിനും സ്ഥാനത്തിനുമുള്ള മൽപ്പിടുത്തമില്ല. അവൾ അതിന് നിൽക്കുന്നുമില്ല. ചിത്രത്തിലില്ല തന്നെ. ആ പ്രഭ ദൈവത്തിൻ്റെതെന്ന് അവൾ അറിയുന്നു. നമുക്ക് ആരെയെങ്കിലും പ്രകാശത്തിലേക്ക് നടത്തുവാൻ കഴിയുമോ എന്ന് നീ ചിന്തിക്കണം. പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ പ്രകാശം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ മാനസാന്തരപ്പെട്ട് വെളിച്ചവും തെളിച്ചവും പ്രകാശമുള്ളവരുമായി ഭവിക്കണമേ. ഞങ്ങളിൽ നിന്ന് പകരപ്പെടുവാനും സംഗതിയാക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.